ബൈ എന്റെ ചാച്ചിന്റെ കുഞ്ഞിന്റെ തൊട്ടിലെട്ടലായോണ്ട് ഞാനിപ്പോ അടൂർക്ക് വന്നിരിക്കാൻ നാട്ടിനോട് പോയി ചൂടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പരിപാടിക്ക് വരുന്ന പിള്ളേർക്ക് കൊടുക്കാനുള്ള പെട്ടിയെല്ലാം നേരത്തെ സെറ്റ് ആക്കി. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഈ കൊച്ചിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി മാരീഡ് ലൈഫ്. ഓർക്കുന്ന വെച്ചാൽ മസ്തിൽ തന്നെ ഡീ പോളത്തി. അങ്ങനെ വെക്കുമ്പോ ഈ പിള്ളേർ ഒളിച്ച് കളി കളിക്കും. എന്നെ കൂടി കൂട്ടോന്ന് ചോദിച്ചതേ ഓർമ്മയുണ്ടായി. പിള്ളേർ കൂട്ടാൻ കഴിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ ബേജാർ ഈ കേക്കിലൂടെ തീർക്കുകയാണ് ഞാൻ. കുഞ്ഞിക്ക് ഗോൾഡ് അങ്ങനത്തെ മേങ്ങണ്ടായിട്ട് നമ്മൾ രണ്ടാള് ഗോൾഡ് മേങ്ങാൻ പോയതാണ്. പ്ലാനിങ് ഡേയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലത്തെ സാധനം കിട്ടാത്തതുകൊണ്ട് ആ പൈസ ലാഭമായി. അങ്ങനെ പൊരുക്കൊഞ്ച് നോക്കുമ്പോ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനും കുളിച്ചിട്ട് മൊഞ്ചനായി. കുഞ്ഞാണെങ്കിൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് സെറ്റ് ആയി. അങ്ങനെ കുഞ്ഞിനെ തൊട്ടിലെല്ലാം കെടുത്തിട്ട് ചടങ്ങെല്ലാം കഴിഞ്ഞു. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനായോണ്ട് എന്നെ പറഞ്ഞ് വാക്ക് പാലിക്കുന്നുണ്ട്. കുഞ്ഞു ഗേൾ ആണ്. കുഞ്ഞിന്റെ പേര് ഫാത്തിമ ഹാല മെഹറിഷ്. ജുമുഅ ആയോണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാത്തോണ്ട് നേരത്തെ പള്ളിക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊരുക്ക് വിട്ടു. അങ്ങനെ ഈടെത്തി നോക്കുമ്പോൾ ചോറെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാനും വെച്ചു. തുന്നിട്ടെല്ലിന്റെ ഇടയിൽ കുടുങ്ങിയതിന്റെ കറക്റ്റ് ഉദാഹരണമാണ് ഇത്. ഈടെ സീറ്റ് ഔട്ടിലുണ്ടായ സാധനത്തിന് ഇങ്ങനെ തലകുത്തി മറിച്ചത് ഈ കുരുത്തം കെട്ട ഗ്യാങ് ആണ്. വീടാണെങ്കിൽ ഗുൽമാലായി ഉത്സവമായി ഇപ്പൊ ഫോട്ടോഷൂട്ട് വരെ. കുഞ്ഞിക്ക് മോതിരിടുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞി ആദ്യം പാണ്ടാന്നല്ല പറഞ്ഞെങ്കിൽ എങ്ങനെല്ലോ ഇടിച്ച്. കുഞ്ഞിക്ക് അറിയില്ലാലോ പൊന്നിന്റെ ബല. അങ്ങനെ ലാസ്റ്റ് നമ്മ ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് നമ്മളെ കുഞ്ഞിന്റെ സന്തൂർ മമ്മി. അങ്ങനെ വന്ന പിള്ളേർക്കെല്ലാം പെട്ടി എടുക്കുമ്പോൾ ഇടയിലൊന്ന് പിസ്കിറ്റ് ഞാനൊരു പെട്ടി എടുത്തു. അങ്ങനെ കുടുംബക്കാരെല്ലാം പോയിട്ടാകുമ്പോ എല്ലാ പേരിലും നടക്കുന്ന സംഭവം നടന്നു. പിന്നെന്ത് ഗിഫ്റ്റ് കിട്ടിയ സാധനം അൺബോക്സ് ആക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ആക്കിയിട്ട് നമ്മളെ ബർത്ത്ഡേ ഗേളിനെ സന്തോഷത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിപാടിന്റെ സമാപനം കുറിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. ആസയ്ക്ക് 11 വയസ്സായി, പാച്ചിക്ക് 11 വയസ്സായി.